അപ്പോൾ ഒരു 10:30, 11 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ ഓരോ ടൈമിലായിരുന്നു അവിടേക്ക് ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 1 മണിക്കായിരുന്നു ചെല്ലാനുണ്ടായിരുന്നത്. അങ്ങനെ 1 മണിക്ക് ഞാൻ മേക്കപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അങ്ങനെ 3 മണി വരെ അവിടെ നിന്നു. അടുത്ത ആൾ വന്നപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നു. നമുക്ക് രാവിലെ 7:45-നും അതേപോലെ ഉച്ചയ്ക്ക് 1:45-നും അങ്ങനെ 2 അരങ്ങേറ്റം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് ഉച്ചയ്ക്കുള്ള ആൾക്കാരുടെ മേക്കപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒരുവിധം റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മേക്കപ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കുള്ള അരങ്ങേറ്റം നടക്കുന്ന മക്കളുടെ മേക്കപ്പും രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ അരങ്ങേറ്റമുള്ള മക്കളാണിത്. അപ്പോൾ നമ്മൾ അവരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെയും കൊണ്ടുപോയിട്ട് ഒന്ന് മുന്നിൽ തൊഴുതതിന് ശേഷം സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള റൂമിൽ എല്ലാവരെയും ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ അരങ്ങേറ്റം സ്റ്റാർട്ട് ചെയ്തു. അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് കളിക്കാനുള്ള മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലത്തെ പ്രോഗ്രാമിന് ശേഷം നമ്മൾ ഉച്ചയ്ക്കുള്ള അരങ്ങേറ്റം നടക്കുന്ന മക്കളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് രണ്ട് ആൾക്കാർ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പോയി അവരെ ഇതേപോലെ തന്നെ നമ്മൾ നേരെ എന്താ പറയുക മുന്നിൽ കൊണ്ട് തൊഴുതിട്ട് സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അരങ്ങേറ്റവും അതേപോലെ ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞൊരു 3, 3:15 ആയപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആയത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് കഴിയാനായപ്പോഴത്തേക്ക് സാറിൻ്റെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എവിടെയാണ്, പെട്ടെന്ന് വരണം, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് റൂമിലേക്ക് എത്തി. റൂമിൽ നിന്ന് നമ്മൾ എന്താ പറയുക പെട്ടെന്ന് മാറ്റി നമ്മുടെ കൂടെ എന്താ പറയുക പ്രോഗ്രാമിനുള്ളൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ മേക്കപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നവരെ നമുക്കും മാറ്റാനുള്ളൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടി വന്നു. നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി കയറിയിരുന്ന പാടെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. അങ്ങനെ തിരിച്ച് നാട്ടിലെത്തിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലത്ത് നമ്മൾ ഇറങ്ങി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കിയുള്ള ഉറക്കം ഉറങ്ങി തീർക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.